യേശുനാമത്തിന് മഹത്വം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ലൂക്ക 1:37. കേരള പിറവിയാകുന്ന നവംബർ മാസം അങ്ങനെ നമ്മളെ കടന്നുപോയി. മൺമറിഞ്ഞു പോയ നമ്മുടെ പൂർവികരുടെ ആത്മാക്കളെല്ലാം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ധാരാളം ജപമാല ചെല്ലുകയും ബലി അർപ്പിക്കുകയും ശ്രാദ്ധം നടത്തുകയും ഒക്കെ ചെയ്യുന്ന മാസം. അങ്ങനെ അവർ കർത്താവിന്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ കുളിരി കോരിത്തരിക്കുന്ന ഡിസംബർ മാസം എത്തിച്ചേർന്നു. ഡിസംബറിലെ ആ മന്ദമാരുതൻ ഗലീലിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ കൂടെ കടന്നുപോയി. അപ്പോൾ മുറിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന മറിയത്തെ തഴുകി തലോടി കടന്നുപോയി. പ്രാർത്ഥനയിൽ ലയിച്ചിരുന്ന മറിയത്തിന്റെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ട ഗബ്രിയേൽ ദൈവദൂതൻ കടന്നു വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ടെ അവൾ വളരെ അസ്വസ്ഥയായി. ഈ വചനത്തിന്റെ അർത്ഥം എന്താണെന്ന് അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവ സന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ അപ്പോൾ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരി എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞുപോയി. ദൂതൻ പോയി കഴിഞ്ഞപ്പോൾ മറിയം യൂദയായിലെ മലപ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് അവളുടെ ഇളയമ്മയായ എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ ഈ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിലുണ്ടായിരുന്ന ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചാടി. അങ്ങനെ മറിയം കടന്നു ചെന്ന ഭവനത്തിൽ എലിസബത്തും എലിസബത്തിന്റെ ഉദരത്തിലുണ്ടായിരുന്ന ശിശുവും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. നമുക്കും നമ്മളുടെ ഭവനത്തിലേക്ക് പരിശുദ്ധ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാം. അമ്മ കടന്നു വരുന്ന നമ്മുടെ ഭവനങ്ങളിൽ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയും. അമ്മയോടുകൂടെ ശിഷ്യന്മാര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. എവിടെയെല്ലാം പരിശുദ്ധ കന്യകാമറിയം കടന്നു ചെല്ലുന്നുവോ അവിടെയെല്ലാം അത്ഭുതങ്ങൾ ഉണ്ടാകും. അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയും. പരിശുദ്ധാത്മാവിൽ നിറയുന്ന നമ്മൾ പരിശുദ്ധ അമ്മയുടെ സ്വഭാവം പ്രാവർത്തികമാക്കും, അനുകരിക്കും. നമ്മൾ ആരോട് ചേർന്ന് നിൽക്കുന്നുവോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആരാണോ അതുപോലെ ആയിരിക്കും നമ്മളും പ്രവർത്തിക്കുക. അപ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയെ ഫ്രണ്ട്സായി സ്വീകരിച്ചുകൊണ്ട്, നമ്മളുടെ അമ്മയെ പോലെ സ്വീകരിച്ചുകൊണ്ട് അമ്മയോട് നമുക്കും ഉട്ടിപ്പായി പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അമ്മ എലിസബത്തിന്റെ ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ എലിസബത്തും
അവളുടെ ഉദരത്തിലുണ്ടായിരുന്ന ശിശുവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുപോലെ സ്ത്രീഹന്മാരും അമ്മയോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുപോലെ ഞങ്ങളുടെ ഭവനത്തിലേക്കും അമ്മ കടന്നു വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവാകുന്ന ജീവജലം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. പരിശുദ്ധാത്മാ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് അനുദിനം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയത്തിന്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം എലിസബത്തിന്റെ കൂടെ 3 മാസം താമസിച്ചു. പിന്നെ മറിയത്തിന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ദൈവം ഇത്രയും അടുത്തുള്ള വേറൊരു സമൂഹമില്ല. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ യേശുക്രിസ്തുവിന്റെ മണ്ണിലെ ജീവിതം നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പ്രവചിക്കപ്പെട്ടതാണ്. യേശു എനിക്ക് മതിയായവൻ എന്ന അനുഭവത്തിലേക്ക് ഇത് ഡിസംബർ മാസത്തിൽ നമുക്ക് കടന്നു വരാം. യേശയ്യായുടെ സുവിശേഷം 7-ാം അധ്യായം 14-ാം തിരുവചനം പറയുന്നു, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഇമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനീയമായ ഉപദേഷ്ടാവേ, ശക്തനായ ദൈവം, നിത്യനായ പിതാവേ, സമാധാനത്തിന്റെ രാജാവേ എന്നൊക്കെ അവൻ വിളിക്കപ്പെടും. ബെത്ലഹേം യൂദ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. മാത്യു 1:21 തിരുവചനം പറയുന്നത്, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവൻ യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ലൂക്ക 2:10 തിരുവചനം പറയുക, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. പരിശുദ്ധ അമ്മ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളാണ്. ഗർഭിണിയായ സമയത്തും ആ അമ്മ വളരെയധികം, ആ അമ്മയും അപ്പനും വളരെയധികം പ്രാർത്ഥിച്ചിനായിരുന്നു. അവർക്കൊരു കുട്ടി ഇല്ലാതിരുന്നതുകൊണ്ട് ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി അവർ വളരെയധികം പ്രാർത്ഥിച്ചു ഒരുങ്ങിയാണ് മറിയത്തെ ഗർഭം ധരിച്ചത് അവളുടെ അമ്മ. അങ്ങനെ പ്രാർത്ഥനയിൽ ഉരുവായ ആ മറിയം ജനിച്ച് വന്നപ്പോൾ മുതൽ അവളും പരിശുദ്ധയാണ്. ഈ ലോകത്തിൽ ഇത്രയധികം സ്ത്രീകൾ ഉണ്ടായിട്ടും പിതാവായ ദൈവം തന്റെ പുത്രനായ ഈശോ മിശിഹായെ പ്രസവിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ആ ഗർഭപാത്രം പരിശുദ്ധ മറിയത്തിന്റേതാണ്. ഈ ഭൂമിയിൽ എത്രയോ സ്ത്രീകളുണ്ട്, പക്ഷെ ഇത്രയും ഒരു വിശുദ്ധയായ ഒരു സ്ത്രീ ഭൂമിയിൽ ഇല്ല. അതുകൊണ്ടാണ് ദൈവം മറിയത്തെ തന്നെ തെരഞ്ഞെടുത്തത്. നമുക്കും ആ മറിയത്തോട് ചേർന്ന് നിൽക്കാം. മറിയത്തോട് ചേർന്ന് നമുക്കും പ്രാർത്ഥനയിലായിരിക്കാം. നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഡിസംബറിലെ ഈ മാസത്തിൽ ചെറിയ ചെറിയ സുഹൃതങ്ങളൊക്കെ ചൊല്ലി മറ്റുള്ളവരെ സഹായിച്ച് നന്മ പ്രവൃത്തികൾ ചെയ്ത് അനുദിനം പ്രഭാതത്തിൽ ഉണർന്ന് ബലി അർപ്പിച്ച് യേശുവിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച്
നമുക്കും യേശുവിന്റെ വരവിനായി മറിയത്തെ പോലെ കാത്തിരിക്കാം. പരിശുദ്ധാത്മാവ് ഉദരത്തിൽ വന്ന മറിയം യേശുവിനെ ഉദരത്തിൽ വഹിച്ച് അതിനെ ഉദരത്തിലിട്ട് പോറ്റി വളർത്തി അവന്റെ വരവിനായി പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുകയായിരുന്നു. നമുക്കും ഡിസംബറിലെ ഈ കുളിര് പെയ്യുന്ന തണുപ്പേറ്റ് പ്രാർത്ഥനയിൽ ലയിച്ച് മറിയത്തോട് ചേർന്ന് ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി, ഉണ്ണിയേശുവെ സ്വീകരിക്കാൻ വേണ്ടി നമുക്കും ഒരുങ്ങാം. മറ്റുള്ളവരെ സ്നേഹിക്കാം, പൂർണ്ണമായി ക്ഷമിക്കാം. ഈശോ പറഞ്ഞതുപോലെ 70 പ്രാവശ്യമല്ല, അനേകം പ്രാവശ്യം നമുക്ക് ക്ഷമിക്കാം. ഇന്ന് വിളിച്ചാൽ മണ്ണിലേക്ക് മടങ്ങുന്ന മനുഷ്യൻ എന്തിന് വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ടിരിക്കുന്നു? വെറുപ്പും വിദ്വേഷവും എല്ലാം മാറ്റിക്കളഞ്ഞ് പുഞ്ചിരി തൂകി മറ്റുള്ളവരുടെ മുഖത്ത് യേശുവിനെ കണ്ട് അവരെ സ്നേഹിച്ച് നമുക്ക് ചേർത്ത് നിർത്താം. ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാം. പറ്റുന്ന നന്മ പ്രവൃത്തികൾ ചെയ്യാം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികളെ സന്ദർശിക്കാം. ഭവനങ്ങൾ സന്ദർശിച്ച് അവരുടെ സങ്കടങ്ങളിൽ നമുക്കും പങ്കുചേരാം. അങ്ങനെ യേശുവിനായി നമുക്കും ഒരുങ്ങാം. വാഗ്ദാന പേടകമായ മറിയത്തിന്റെ ഉദരത്തിൽ പൂജാതനായ യേശുവിനെ ആദ്യം മറിയം യേശുവിനെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു, അവിടുന്ന് ഉദരത്തിൽ വഹിച്ചു. അതുപോലെ നമുക്കും യേശുവിനെ ഹൃദയത്തിൽ സംഗ്രഹിക്കാം. ഹൃദയത്തിൽ ഉണ്ണി യേശുവിനായി ഒരു പുൽക്കൂട് നിർമ്മിക്കാം. നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂടിലേക്ക് യേശുവിനെ സ്വീകരിക്കാം. വീടുകളിൽ പുൽക്കൂട് കെട്ടുന്നതിനേക്കാൾ അധികമായി അത് ബാഹ്യമായ ഒരുക്കം. നമ്മുടെ ഹൃദയം പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് യേശുവിന് പിറക്കാൻ ഒരു അവസരം കൊടുക്കാം. അതിനായി നമുക്ക് നമ്മളെ തന്നെ വിനയമുള്ളവരായി, എളിമയുള്ള ദാസിയായി, ഇതാ ഞാൻ യേശുവേ, അവിടുന്ന് എന്റെ ഹൃദയത്തിലും എന്റെ ഭവനത്തിലും വന്ന് പിറക്കണമേ, ഞങ്ങളോടൊപ്പം വന്ന് വസിക്കണമേ. ഞങ്ങളുടെ വേദനകളിൽ, ഞങ്ങളുടെ ദുഃഖങ്ങളിൽ, ഞങ്ങളുടെ ആകുലതകളിൽ, ഞങ്ങളുടെ സമാധാനമില്ലാത്ത അവസ്ഥയിൽ, ഞങ്ങളുടെ രോഗങ്ങളിലെല്ലാം അവിടുന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. കുഞ്ഞി കൈകൾ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിലേക്ക് നീ വന്ന് പിറക്കണമേ, ഞങ്ങളോടൊപ്പം വസിക്കണമേ. കാലിത്തൊഴുത്തിൽ പിറന്ന് വിശുദ്ധ ഔസേപ്പിനോടും പരിശുദ്ധ മറിയത്തോടും ഒപ്പം വളർന്നു വലുതായ ഈശോ നമ്മളോടൊപ്പം ജീവിക്കുവാൻ, വളരുവാൻ നമുക്കും പ്രാർത്ഥിക്കാം. സ്ത്രീകളിൽ അനുഗ്രഹീതയായ പരിശുദ്ധ കന്യക മറിയമ്മേ, ഗബ്രിയേൽ ദൂതന്റെ വചനം കേട്ട് ആ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഉദരത്തിലിട്ട് ഉണ്ണിയേശുവെ പോറ്റി വളർത്തി അവിടുന്ന് കാലിത്തൊഴുത്തിൽ പ്രസവിച്ച് വളരെയധികം ക്ലേശങ്ങൾ സഹിച്ച് ഇതാ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്നും പ്രവചനമൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വളരെയധികം ദുഃഖിച്ച് ഈശോയോടൊപ്പം ജീവിച്ചതുപോലെ മരിച്ച് സ്വർഗത്തിൽ ചെന്ന് ഈശോയുടെ അടുത്തിരിക്കുന്നത് പോലെ ഞങ്ങൾക്കും ഈശോയെ ഹൃദയത്തിലും ഭവനത്തിലും സ്വീകരിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് മരിച്ച് സ്വർഗത്തിലും എത്തിച്ചേർന്ന് ഈശോയോടൊപ്പം ജീവിക്കുവാനും ഈ ഭൂമിയിൽ മറിയത്തോടും ഈശോയോടും ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കുവാനും പരിശുദ്ധ അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ. വാഗ്ദാന പേടകമായ സ്വർഗത്തിന്റെ വാതിലായ കന്യകകളുടെ രാജ്ഞിയായ കുടുംബത്തിന്റെ റാണിയായ പരിശുദ്ധ കന്യകാമറിയമ്മേ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഉണ്ണി യേശുവിനെ കൊണ്ട് നീ കടന്നു വരണമേ. ഞങ്ങളോടൊപ്പം നീ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ കൂടെ വസിക്കണമേ. പ്രഭാതത്തിൽ ഉണർന്ന് എന്നും നീ ആലയത്തിലേക്ക് കടന്നു വന്ന് ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. അതിനുവേണ്ടി ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം വിശുദ്ധിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടിയും ഈ ലോകത്തിലെ ഓരോ മക്കൾക്ക് വേണ്ടിയും ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയും അമ്മ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.